കഴുത്തറ്റം കടം ഒടുക്കം രക്ഷപ്പെടാനായി വ്യാജമായി മരിക്കേണ്ടി വന്നു. മധ്യപ്രദേശിലേക്കാണ്. 1.5 കോടിയുടെ ലോൺ അടക്കാതിരിക്കാൻ മധ്യപ്രദേശിൽ BJP നേതാവിന്റെ മകൻ താൻ മരിച്ചെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. രാജ്ഘട്ടിലെ BJP നേതാവ് മഹേഷ് സോണിയുടെ മകൻ വിശാൽ സോണിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ ഒളിവിൽ കഴിഞ്ഞ ഇയാൾക്കായി 10 ദിവസമാണ് വിവിധ സേനകളും നാട്ടുകാരും ചേർന്ന് മധ്യപ്രദേശിലെ കാലി സിന്ധ് നദിയിൽ തെരച്ചിൽ നടത്തിയത്. ഡൽഹിയിൽ നിന്ന് അജീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സുഖലി സെപ്റ്റംബർ 5-നാണ് ഈ മരണ നാടകം തുടങ്ങുന്നത്. അതായത് വിശാൽ സോണിക്ക് സ്വന്തമായിട്ട് 6 ട്രക്കുകളും 2 കാറുകളുമുണ്ട്. ഇയാൾ വായ്പ എടുത്ത് വാങ്ങിയതാണ്. ഇത് മുടങ്ങിയതോടെ ഇയാൾക്ക് 1.5 കോടി രൂപയുടെ കടമാകുന്നു. ഈ കടം എങ്ങനെ വീട്ടണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ബാങ്ക് ഈ വായ്പയൊക്കെ എഴുതി തള്ളും എന്നാണ് ഇയാൾ സുഹൃത്ത് ഈ വിശാൽ സോണിക്ക് കൊടുത്ത ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 5-ന് രാത്രി ഇയാൾ സ്വന്തം കാർ ഓടിച്ച് കാളി സിന്ധ് എന്ന് പറയുന്ന നദിയുടെ തീരത്തെത്തുന്നു. അതിനുശേഷം ഈ കാറിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു ഈ നദിയിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം സ്വന്തം ട്രക്ക് ഡ്രൈവറിനെ വിളിച്ചു വരുത്തി അയാളുടെ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അവിടുന്ന് പോയത് ഷിർദി എന്ന് പറയുന്ന സ്ഥലത്തേക്കും അവിടുന്ന് ശനി ഷിഗ്നാപൂർ എന്ന സ്ഥലത്തേക്കും പോയി. പിറ്റേ ദിവസം നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അടക്കം ചേർന്ന് അവിടെ വലിയ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഈ കാറ് കണ്ടെത്തുന്നു. കാറ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആരുമില്ല. കാറിന്റെ ഉടമസ്ഥനെ തിരയുമ്പോഴാണ് ഇത് രാജ്ഘട്ടിലെ BJP നേതാവ് മഹേഷ് സോണിയുടെ മകൻ വിശാൽ സോണിയാണെന്ന് മനസ്സിലാവുന്നത്. ഇയാൾ മരിച്ചുവെന്ന് ഉള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടുത്തെ പ്രാദേശിക വാർത്തയായിട്ട് ഇയാളുടെ മരണ ചിത്രമടക്കം വരികയും ചെയ്തു. ഈ വാർത്ത ഇയാൾ ഈ സമയം മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്തിരുന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പരിശോധന നടത്തിയിട്ടും പൊടി പോലും കിട്ടാതായതോടെയാണ് പോലീസിന് സംശയം തോന്നി തുടങ്ങിയത്. പിന്നീട് ഇയാളുടെ മൊബൈൽ നമ്പർ പരിശോധിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാവുകയും മഹാരാഷ്ട്ര പോലീസിന്റെ സഹായം തേടുകയും ചെയ്തത്. പോലീസ് ഇയാളെ പിടികൂടാൻ എത്തിയപ്പോൾ ഇയാൾ മറ്റൊരു നാടകം കൂടി അവിടെ കളിച്ചു. അതായത് ഇയാളെ സ്വന്തം ഷർട്ടൊക്കെ വലിച്ചു കയറി തറയിൽ കിടന്ന് ഉരുണ്ട് ഇയാളെ ആരും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തി എന്നുള്ളൊരു നാടകം കൂടി കളിച്ചു. പക്ഷേ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കടമുള്ള കാര്യവും വായ്പയുള്ള കാര്യവും പറഞ്ഞത്. മാത്രമല്ല ഈ വായ്പയിൽ നിന്ന് രക്ഷപ്പെടാനാണ് താൻ ഇങ്ങനെ ഒരു മരണ നാടകം കളിച്ചതെന്നുള്ള വിവരങ്ങളടക്കമെല്ലാം പോലീസിനോട് പറഞ്ഞത്. മഹേഷ് സോണിക്ക് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു. ഇയാൾ ഏതോ ബന്ധുക്കളുടെ വീട്ടിൽ ഉണ്ടായിരിക്കാമെന്നുള്ളൊരു സംശയം ഇയാൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോലീസിനോട് പറഞ്ഞില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നാടകമൊക്കെ അരങ്ങേറിയതും പോലീസിനും ഒപ്പം തന്നെ ഇവരെല്ലാം 10 ദിവസം വട്ടം കറക്കിയ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയതും. സുഹേൽ, താൻ മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് കാണാനായി. അജീഷാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.